എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ചർച്ചാ വിഷയം എന്നുള്ളത് കൊളസ്ട്രോളിനെ കുറിച്ചാണ്. കൊളസ്ട്രോൾ എല്ലാവരും കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അല്ലേ. അപ്പോൾ പല ഘടകങ്ങൾ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് ചീത്ത കൊളസ്ട്രോൾ അഥവാ LDL കൊളസ്ട്രോൾ, നമ്മൾ ബാഡ് കൊളസ്ട്രോൾ എന്നും പറയുന്നത്. ഈ LDL കൊളസ്ട്രോൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, രക്തക്കൊഴലിലെ അടവുകൾ മതിയാ, കാലിലെ രക്തയോട്ടം കുറഞ്ഞു, അങ്ങനത്തെ പല കോംപ്ലിക്കേഷനിലോട്ടും നയിക്കാവുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെ ഇതുപോലത്തുള്ള സാധ്യതകളുണ്ട്? ഒന്ന്, പ്രമേഹമുള്ളവർ, ഇതുകൂടാതെ രക്തസമ്മർദ്ദം, പുകവലിക്കുന്നവർ, അമിതവണ്ണമുള്ളവർ, കുടുംബ പാരമ്പര്യമായിട്ട് അറ്റാക്ക്, സ്ട്രോക്ക് വന്നിട്ടുള്ളവർ, ഇവരിലൊക്കെ ഈ LDL കൊളസ്ട്രോൾ കുറച്ച് നിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ കുറയ്ക്കാൻ പറ്റും LDL കൊളസ്ട്രോൾ എന്ന് നോക്കുകയാണെങ്കിൽ 20% വരെ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, വറുത്തതും പൊരിച്ചതും പോലത്തെ ഭക്ഷണങ്ങളും റെഡ് മീറ്റ് ഉപയോഗം കുറച്ചുകൊണ്ടൊക്കെ നമുക്ക് LDL കുറച്ചൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് സ്റ്റാറ്റിൻസ് എന്ന് പറയുന്ന ടാബ്ലറ്റ് ആണ്. അപ്പോൾ ഈ സ്റ്റാറ്റിൻസ് എന്നുള്ളത് പഠനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റാക്കിനെ, സ്ട്രോക്കിനെയും കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതായിട്ട് പഠനങ്ങളിലെല്ലാം സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. ലോകത്തോടെ ഗൈഡ് ലൈൻസ് നോക്കുകയാണെങ്കിൽ പോലും പ്രമേഹമുള്ളവർ, 40 വയസ്സിന് മുകളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നത് പറഞ്ഞ പോലെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുമെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ സ്റ്റാറ്റിൻസ് എന്ന് പറഞ്ഞ ഗുളിക നമ്മളിപ്പോൾ സാധാരണ നമ്മൾ നൈറ്റ് ടൈമിലാണ് കഴിക്കാൻ പറയാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി സമയങ്ങളിലാണ് നമ്മുടെ ലിവറിൽ നിന്നുള്ള കൊളസ്ട്രോൾ ഉൽപ്പാദനം വർദ്ധിക്കുന്നത്. അപ്പോൾ ആ എൻസൈമുകളെ രാത്രി നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗണ്യമായിട്ട് കൊളസ്ട്രോൾ, രക്തത്തിലുള്ളത് LDL കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങളുടെ ഡോക്ടറുമായി നിങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങൾക്ക് കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റ് അത്യാവശ്യമാണോ എന്നുള്ളത് തീരുമാനിച്ചുകൊണ്ട് ആവശ്യമെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവുക. നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കുക. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.